ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിരിക്കും. ഒരുപാട് ലെയറുകളോട് കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/4 കപ്പ് മൈദ കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിത് മുഴുവനായിട്ടും ഗോതമ്പ് പൊടിയിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം കുറച്ചായി ചേർത്ത് കൊടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ കൂട്ടൊന്ന് കുഴഞ്ഞു വന്നതിന് ശേഷം കൈയെടുക്കാതെ 1-2 മിനിറ്റ് നേരം നല്ലപോലെ നീഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇത് ഉരുളകളാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. അതിലൊരു ഉരുള എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് നേർത്ത് പരത്തണമെന്ന് ആവശ്യമില്ല. നമ്മളിത് ഒന്ന് ലെയർ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടറാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ബട്ടറോ നെയ്യോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ബട്ടറാകുമ്പോൾ ഒന്നും കൂടെ ക്രിസ്പി ആയിട്ട് കിട്ടും. ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കോൺഫ്ലോർ ആണ് ഡസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കോൺഫ്ലോർ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ മൈദ ഡസ്റ്റ് ചെയ്താലും മതിയാകും. ഒരരികിൽ നിന്നും ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. നല്ല ടൈറ്റായിട്ട് തന്നെ മടക്കിയെടുത്തോളൂ. അതിനുശേഷം വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് കനം കുറക്കേണ്ട ആവശ്യമില്ല. ഒരല്പം കനത്തിൽ പരത്തിയെടുക്കാം. ഇതുപോലെ പരത്തിയെടുത്ത് ഇനി കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഷേപ്പാണിത്. നല്ല ലെയറുകളോട് കൂടിയിട്ടാണ് ഉണ്ടാകുക. ഇനി ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഓയിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. ഓയിൽ ഒരുപാട് ചൂടാവരുത്. മീഡിയം ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് വേണം ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴാണ് ലെയറുകളൊക്കെ നന്നായിട്ട് വിടർന്ന് കിട്ടുക. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നല്ലപോലെ തന്നെ എണ്ണ മാറ്റിയെടുത്തിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് ഇരിക്കുക. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര പാനിയാക്കി കവർ ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. അതിനായിട്ട് 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് പഞ്ചസാര പാനിയാക്കി എടുക്കാം. പഞ്ചസാരയൊക്കെ ഇതുപോലെ അലിഞ്ഞു ചേർന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് 1-2 മിനിറ്റ് നേരം നല്ലപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു നൂൽ പരുവത്തിൽ നിന്ന് ഒരല്പം അങ്ങോട്ടേക്കും അതുപോലെ തന്നെ 2 നൂൽ പരുവം ആവുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല പോലെ തന്നെ 1 നൂൽ പരുവം വരണം കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നത് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. പഞ്ചസാരപ്പാനി എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് മെല്ലെ വേണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ സ്പീഡാക്കിയത് കൊണ്ടാണ് നിങ്ങൾക്ക് സ്പീഡിൽ ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടാകുക. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും പഞ്ചസാരപ്പാനിയൊക്കെ നല്ലപോലെ ഡ്രൈ ആയി ഇതിന് കവർ ചെയ്ത് വന്നോളും. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ കുറേ കാലം കേടാകാതെ ഇരുന്നോളും. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്.